നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് അവതരിപ്പിക്കുന്നത് നക്ഷത്രഫലത്തെയാണ്. മിഥുനമാസം വരികയാണ്. മിഥുനമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നമുക്ക് ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കാം. ഓരോ രാശിക്കാരുടെയും മിഥുനമാസം എങ്ങനെയുണ്ടാകുമെന്നുള്ള ഫലത്തെ പറയാം. ആദ്യം നമുക്ക് മേടക്കൂറുകാരുടെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്നത് അശ്വതി, ഭരണി, കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങളാണ്. മേടക്കൂറുകാരെ സംബന്ധിച്ച് മിഥുനമാസത്തിൽ ധനലാഭം, ബന്ധുക്കൾക്ക് ഐശ്വര്യം എന്നിവയൊക്കെ ഉണ്ടാകാം. കൂടാതെ കുടുംബത്തിന് അഭിവൃദ്ധി ഉണ്ടാകുന്ന സമയമാണ്. ബന്ധുജനങ്ങളുടെ സ്നേഹാദരങ്ങളും അവരുടെ സഹായ സഹകരണങ്ങളും ഒക്കെ ഉണ്ടാകും. ധനകുസുമ രത്നാഭരണ ലാഭങ്ങളൊക്കെ മേടക്കൂറുകാരെ സംബന്ധിച്ച് ഉണ്ടാകാവുന്നതാണ്. കൂടാതെ ഉദ്യോഗതലത്തിൽ അംഗീകാരം ഉണ്ടാകുന്നതാണ്. ഇഷ്ടവസ്തുക്കളുടെയൊക്കെ ലഭ്യതയും പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇടവക്കൂറുകാരുടെ മിഥുനമാസം എങ്ങനെയുണ്ട് എന്ന് പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്നത് കാർത്തികയുടെ മുക്കാൽ ഭാഗം, രോഹിണി, മകേരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് മിഥുനമാസത്തിൽ ചെലവ് വർദ്ധിക്കുന്നതാണ്. കൂടാതെ കുട്ടികൾക്ക് അനാരോഗ്യം, ശത്രുഭയം എന്നീ ദോഷഫലങ്ങളും പറയേണ്ടതാണ്. ഇനി നമുക്ക് മിഥുനക്കൂറുകാരുടെ വരുന്ന മിഥുനമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. മിഥുനക്കൂറിൽ വരുന്നത് മകേരത്തിന്റെ രണ്ടാം പകുതി, തിരുവാതിര, പുണർദത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് മിഥുനമാസത്തിൽ ധനപുഷ്ടി ഉണ്ടാകുന്നതാണ്. കൂടാതെ വാഗ്വിലാസം ഉണ്ടാകുന്നതാണ്. ദ്രവ്യലാഭവും വസ്ത്രാഭരണ ലാഭവും ഒക്കെ മിഥുനക്കൂറുകാർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ബന്ധുക്കളുമായി കലഹങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്, ജാഗ്രത പുലർത്തുക. ഇനി നമുക്ക് വരുന്ന മിഥുനമാസം കർക്കിടക്കൂറുകാർക്ക് എങ്ങനെയുണ്ടാകുമെന്ന് പരിശോധിക്കാം. കർക്കിടക്കൂറിൽ വരുന്നത് പുണർദത്തിന്റെ കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച് മിഥുനമാസത്തിൽ സർപ്പഭയം ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. കരുതലെടുക്കുക, ജാഗ്രത പാലിക്കുക. കൂടാതെ ഭക്ഷണമൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. കൂടാതെ ശത്രുനാശം ഉണ്ടാകുന്നതാണ്, ധനലാഭം ഉണ്ടാകുന്നതാണ്, വസ്ത്രലാഭവും പ്രതീക്ഷിക്കാവുന്ന മാസമാണ്. ഇനി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ വരുന്ന മിഥുനമാസം എങ്ങനെയുണ്ട് എന്ന് നോക്കാം. ചിങ്ങക്കൂറിൽ വരുന്നത് മകം, പൂരം, ഉത്രം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് മിഥുനമാസത്തിൽ വ്യാപാര സംബന്ധമായിട്ട് ലാഭം ഉണ്ടാക്കാൻ സാധിക്കുന്ന സമയമാണ്. ജീവിതം പൊതുവെ ആസ്വദിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. എന്നാൽ ഭരണാധികാരികളുമായി കലഹങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ തന്നെ ദേഷ്യ സ്വഭാവമൊക്കെ വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. മനസ്സിനെ ശാന്തമാക്കുക. സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരുന്നതാണ്. ഇനി നമുക്ക് കന്നിക്കൂറുകാരുടെ വരുന്ന മിഥുനമാസത്തെ ഫലം ഒന്ന് നോക്കാം. കന്നിക്കൂറിൽ വരുന്നത് ഉത്രത്തിന്റെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് മിഥുനമാസത്തിൽ ധനാഗമം ഉണ്ടാകുന്നതാണ്. ആരോഗ്യപരമായി ഗുണമുണ്ടാകുന്ന മാസമാണ്. മിത്രങ്ങളുമായും കുടുംബാംഗങ്ങളുമായും ഒക്കെ സമാഗമിക്കാനുള്ള അവസരങ്ങൾ വരും. കൂടാതെ ശത്രുനാശവും രോഗനാശവും ഫലമായി പറയണം. എന്നിരുന്നാലും ജ്വരം, വ്രണം എന്നീ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതേപോലെ തന്നെ ദുർജനങ്ങളുമായി വിട്ടകന്ന് കഴിയുക. അങ്ങനെയുള്ള കൂട്ടുകെട്ടുകൾ മൂലം ചില ബുദ്ധിമുട്ടുകളും അനുഭവപ്പെട്ടേക്കാം. ആഗ്രഹിച്ച കാര്യങ്ങളുടെ, വസ്തുക്കളുടെ ഒക്കെ ലാഭം ഉണ്ടാകുന്നതാണ്. ഇനി നമുക്ക് തുലാക്കൂറുകാരുടെ വരുന്ന മിഥുനമാസത്തെ ഫലം ഒന്ന് നോക്കാം. തുലാക്കൂറിൽ വരുന്നത് ചിത്തിരയുടെ രണ്ടാം പകുതി, ചോതി, വിശാഖത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. തുലാക്കൂറുകാരെ സംബന്ധിച്ച് മിഥുനമാസത്തിൽ പ്രതീക്ഷകളൊക്കെ ചെറിയ പുറകോട്ട് പോകുന്ന സമയമാണ്. പരിശ്രമങ്ങളൊക്കെ വിഫലമായേക്കാം. മാനസിക വ്യഥയും ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. ശത്രുക്കൾക്ക് നാശമുണ്ടാകുന്നതാണ്. ദാമ്പത്യ സുഖവും ലഭിക്കുന്നതാണ്. വീടിന് ആവശ്യമായിട്ടുള്ള ചില ഉപകരണങ്ങൾ വാങ്ങേണ്ട സാഹചര്യങ്ങൾ വരും. അത്തരത്തിലുള്ള സാധനങ്ങളെ കൊണ്ടും രത്നങ്ങൾ തുടങ്ങിയ ആഡംബര വസ്തുക്കളെ കൊണ്ടുമൊക്കെ സുഖാനുഭവങ്ങളും ഉണ്ടാകുന്നതാണ്. ഇനി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ വരുന്ന മിഥുനമാസത്തിലെ നക്ഷത്രഫലത്തെ നോക്കാം. വൃശ്ചികക്കൂറിൽ വരുന്നത് വിശാഖത്തിന്റെ കാൽഭാഗം, അനീഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് വരുന്ന മിഥുനമാസത്തിൽ ലക്ഷ്യബോധമില്ലാത്ത യാത്രകളൊക്കെ ആവശ്യമായി വന്നേക്കാം. പൊതുവെ സന്തോഷക്കുറവ് അനുഭവപ്പെടുന്നതാണ്. എന്നാൽ ഭാഗ്യത്തിന്റെ കടാക്ഷം ഉണ്ടാകുന്നതാണ്. ബന്ധുക്കളിൽ ചിലരൊക്കെ പ്രതികൂലമായി മാറാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകാം. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ധനുക്കൂറുകാരുടെ വരുന്ന മിഥുനമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. ധനുക്കൂറിൽ വരുന്നത് മൂലം, പൂരാടം, ഉത്രാടം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ധനുക്കൂറുകാരെ സംബന്ധിച്ച് വരുന്ന മിഥുനമാസത്തിൽ ഭാര്യാസുഖം, വസ്ത്രലാഭം, ധനലാഭം ഇവയൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. കൂടാതെ കാര്യവിജയം, പുത്രസുഖം, ധനപുഷ്ടി, പൊതുവെ എല്ലാ കാര്യത്തിലുമുള്ള സുഖാനുഭവങ്ങൾ, മനസുഖം, സാമർഥ്യം ഇവയൊക്കെ ലഭിക്കുന്നതാണ്. എന്നാൽ ശത്രുപീഡയും രോഗത്തെയും കരുതിയിരിക്കേണ്ടതാണ്, ശ്രദ്ധിക്കുക.
ഇനി നമുക്ക് മകരക്കൂറുകാരുടെ വരുന്ന മിഥുനമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. മകരക്കൂറിൽ വരുന്നത് ഉത്രാടത്തിന്റെ മുക്കാൽ ഭാഗം, തിരുവോണം, ആവിട്ടത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. മകരക്കൂറുകാരെ സംബന്ധിച്ച് വരുന്ന മിഥുനമാസത്തിൽ കാര്യവിഘ്നം, ചെലവ് വർദ്ധിക്കുക എന്നീ ദോഷഫലങ്ങൾ ഉണ്ടാകുന്നതാണ്. കൂടാതെ ബന്ധുജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടായേക്കാം. ബന്ധുക്കളുടെയൊക്കെ വിരോധം ഉണ്ടാകുന്ന സമയമാണ്. ആഹാരകാര്യത്തിലും ധനധാന്യ കാര്യങ്ങളിലും അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. കൂടാതെ ഭൃത്യന്മാരിൽ നിന്ന് നേട്ടം, ഭോജനസുഖം, പൊതുവെ എല്ലാ കാര്യത്തിലും ലാഭം എന്നിവയൊക്കെ കൈവരിക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് കുംഭക്കൂറുകാരുടെ വരുന്ന മീനമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. കുംഭക്കൂറിൽ വരുന്നത് അവിട്ടത്തിന്റെ രണ്ടാം പകുതി, തിരുവോണം, ചതയം, പൂരിട്ടാതിയുടെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് വരുന്ന മിഥുനമാസത്തിൽ ശാന്തനിദ്ര, സ്വാദിഷ്ട ഭക്ഷണം ഇവയൊക്കെ ലഭിക്കുന്നതാണ്. കൂടാതെ ആടയാഭരണങ്ങൾ വാങ്ങുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ഭരണാധികാരികളുമായി വാക്ക് തർക്കത്തിന് ഇടയുണ്ടാകാതെ സൂക്ഷിക്കേണ്ടതാണ്. പ്രയത്നങ്ങളെല്ലാം തന്നെ സഫലമാകുന്നതാണ്. വീട് മോടി പിടിപ്പിക്കാനുള്ള അവസരങ്ങളും വന്നുചേരുന്നതാണ്. ബന്ധുജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതുമാണ്. ഇനി നമുക്ക് മീനക്കൂറുകാരുടെ വരുന്ന മിഥുനമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. മീനക്കൂറിൽ വരുന്നത് പൂരിട്ടാതിയുടെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. മീനക്കൂറുകാരെ സംബന്ധിച്ച് വരുന്ന മിഥുനമാസത്തിൽ ചെലവ് അധികമാകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. കൂടാതെ ധാരാളം യാത്ര ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. ശത്രുഭയം ഉണ്ടാകുന്നതാണ്. പ്രതീക്ഷകളൊക്കെ കൈവടിയാൻ സാഹചര്യമുണ്ട്. വാസസ്ഥലം മോടി പിടിപ്പിക്കാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. ബന്ധുക്കളിൽ നിന്നും സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതാണ്. 12 രാശിക്കൂറുകാരുടെയും വരുന്ന മിഥുനമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെയാണ് പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.